ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് എമ്പുരാൻ കാണാൻ പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി ഒരു പടം കാണാൻ പോവുകയാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന എമ്പുരാനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ടിക്കറ്റ് ആക്ച്വലി റിലീസിൻ്റെ അന്ന് കിട്ടിയില്ല. നമുക്ക് 28-ാം തീയതിയാണ് കിട്ടിയത്. അതായത് ഇന്നാണ് കിട്ടിയത്. ഇപ്പോൾ വൈകിട്ടാണ് നമുക്ക് ഷോ വരുന്നത്. പക്ഷേ ഈ സീന് നമ്മൾ കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ടാണ് നമ്മൾ സിനിമക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓഫീസിലോട്ട് പോയി. ഓഫീസിൽ ചെന്ന് ചെയ്യേണ്ട വർക്കുകളെല്ലാം ചെയ്ത് തീർത്തു. നല്ല അടിപൊളി ഉച്ചയൂടും കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ഒന്ന് പടം കാണാൻ വേണ്ടി പോയി. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ചെന്നു. പിന്നെ ഓടി പിടിച്ച് ചെന്ന് അകത്ത് കയറി പടം കാണാനിരുന്ന് കഴിഞ്ഞപ്പോഴും ആക്ച്വലി കാണിച്ചുകൊണ്ടിരുന്ന ഫുള്ള് പരസ്യമായിരുന്നു. പിന്നെ പരസ്യം കണ്ട് പടവും തുടങ്ങി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ് ഇരുന്നുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഉണ്ടെന്നുള്ള ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 1-3 കണ്ടു. അത് നമ്മൾ വീണ്ടും വന്ന് പടം കയറി കണ്ടു. ഓക്കെ, പറ. നല്ല സിനിമയായിരുന്നു. അതെന്താണ് ഒരു തൃപ്തി വന്നിട്ടില്ലല്ലോ? അത് അത്രേ ഉള്ളൂ. നല്ല സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാം. പടത്തിന്റെ ബാക്കിയൊന്നും അടിപൊളി പടം, ഹൈപ്പിനനുസരിച്ചുള്ള പടമാണ്. നല്ല സൂപ്പർ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം കഴിഞ്ഞ് ഉറങ്ങുമായിരുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളാം, മഞ്ജു വാര്യർ കൊള്ളാം. എല്ലാവരും മോഹൻലാലിന് മാത്രമാണ് പറയുന്നത്. പക്ഷെ അടിപൊളി, ഭയങ്കര ഡയലോഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അപ്പോഴാണ് രോമാഞ്ചം വന്നത്. സീരിയസ്ലി മെയിൻലി ആ സാധനം ഭയങ്കര പൊളിയായിരുന്നു. അടിപൊളിയാണ്. കാരണം നല്ലൊരു ഡയറക്ഷനാണ്. കാരണം ഇത്രയും മലയാളത്തിൽ ഇങ്ങനൊരു പടം ചെയ്യുക എന്നതാണ് ഭയങ്കര ടാസ്ക്കാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ടൈം കുറച്ച് കൂടുതലാണ്, പക്ഷേ എന്നാലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയാണ്. മേക്കിംഗ് ഒന്നും പറയാല്ല, സൂപ്പറല്ലേ, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗാണ്. ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് പടം. പിന്നെ ആ ലാസ്റ്റത്തെ വില്ലനെ കൊല്ലുന്ന സീൻ മാത്രമാണ് എനിക്കൊരു സ്റ്റക്കേഡായിട്ട് ഷെബീൻ പറഞ്ഞ പോലെ തോന്നിയത്. ബാക്കിയെല്ലാം അടിപൊളിയാണ്. മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു പടം ഇന്ത്യയിൽ നിന്ന് ഇങ്ങനൊരു പടം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെ. അത് പൃഥ്വിരാജിനെ നമ്മൾ നമിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ അതെ. എനിക്കും പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടത്തിന് കുറച്ച് ലാഗുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്തു. എനിക്കെന്നല്ല, ഞങ്ങൾ കണ്ട എല്ലാവർക്കും ഫീൽ ചെയ്തു. പക്ഷേ എന്നാലും പടം അടിപൊളിയാണ്. പൃഥ്വിരാജ് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അടുത്തത് വി ആർ വെയിറ്റിംഗ് ഫോർ L3. അപ്പോൾ ഇത്രേ ഉള്ളൂ.